നമസ്കാരം മക്കളെ, സുബർ സാറാണ്. നമ്മുടെ +2 റെഗുലർ എക്സാം മാത്തമാറ്റിക്സിന്റെ ക്വസ്റ്റ്യൻ പാറ്റേണിന് ഇപ്പോൾ 1-2 എക്സാം കഴിഞ്ഞപ്പോൾ മനസ്സിലായത് അതിന്റെ പാറ്റേണിൽ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷെ ഒരു ടീച്ചറിന്റെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ അതിനൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നത്തില്ല. കാരണം ടീച്ചർമാർക്ക് ഇതെല്ലാം നന്നായിട്ട് അറിയാം. അപ്പൊ ഏത് ക്വസ്റ്റ്യൻ ഒന്നും മാറ്റി ചോദിച്ചാലും അവർക്ക് അതിന്റെ ആൻസർ സിമ്പിൾ ആണെന്നേ പറയുള്ളൂ. പക്ഷെ ഒരു സ്റ്റുഡന്റിന്റെ രീതി കൂടെ, ഒരു കുട്ടിയുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ എന്തായാലും അതിനുള്ളിൽ പല ബുദ്ധിമുട്ടുകളാണ് ഇപ്പോഴത്തെ രീതിയിൽ കൂടെ വരുന്നത്. പക്ഷെ ആ മാറ്റങ്ങൾ നല്ലത് തന്നെയാണ്. കാരണം നമ്മൾ ഈ സിമ്പിളായിട്ട് എക്സാമിന് ഇന്ന ക്വസ്റ്റ്യൻ പഠിച്ചു കഴിഞ്ഞാൽ അത് ഇത്ര മാർക്ക് കിട്ടി, അടുത്ത ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഇങ്ങനെ കിട്ടി എന്നുള്ള രീതിയിൽ കൂടെ പഠിക്കുമ്പോൾ ആ ചാപ്റ്ററിന് ഇപ്പോൾ ഒരു ചോദ്യമേ അവർ പഠിക്കാറുള്ളൂ. ഇങ്ങനെ പഠിച്ച് നമ്മൾ അടുത്തൊരു എക്സാമിൽ എത്തുമ്പോൾ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ ഒത്തിരിയാണ്. നമുക്ക് പ്രത്യേകിച്ച് ഒരു എൻട്രൻസ് ഓറിയന്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് എത്തുമ്പോൾ എന്തായാലും ഇങ്ങനത്തെ പഠിത്തം കൊണ്ട് ഒരു പ്രയോജനമില്ല. അപ്പൊ അതിനൊരു ചേഞ്ച് ഉണ്ടാക്കാൻ വേണ്ടി ആയിരിക്കാം ആ പാറ്റേണിലുണ്ടായ വ്യത്യാസം. ഇപ്പൊ പല ചാപ്റ്ററുകൾ നോക്കുമ്പോൾ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ പഴയപടി വന്നുകൊണ്ടിരുന്ന സ്ഥിര ചോദ്യങ്ങൾ ഒക്കെ അവര് കുറച്ച് മാറ്റിയിട്ടുണ്ട്. എന്നാലും 6 മാർക്കിന്റെ ക്വസ്റ്റ്യനിൽ ചെറിയ മാറ്റങ്ങൾ, അതേപോലത്തെ ക്വസ്റ്റ്യൻ ആണെങ്കിലും അതിനുള്ളിൽ ചെറിയ ചേഞ്ചസുകൾ വരുത്തിയിട്ടുണ്ട്. 4 മാർക്സ് ആണ് ഏറ്റവും കൂടുതൽ ചേഞ്ച് ആക്കിയേക്കുന്നത്. ക്വസ്റ്റ്യൻ കണ്ടാൽ കുട്ടികൾക്ക് ആർക്കുമേ പിടികിട്ടാത്ത രീതിയിൽ കൂടെ ക്വസ്റ്റ്യൻ ആണ്. മീൻസ് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആയിരിക്കും, പക്ഷെ അവർ ചോദിച്ചേക്കുന്ന രീതി വെച്ചുകൊണ്ട് നമ്മൾ ചെയ്തതാണെന്ന് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ കൂടെയാണ് അതിന്റെ പാർട്ടുകൾ വന്നിരിക്കുന്നത്. ഇപ്പൊ 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും തരും, എന്നിട്ട് 1ാമത്തെ പാർട്ട്, 2ാമത്തെ പാർട്ട്, 3ാമത്തെ പാർട്ട്, ഇങ്ങനെ ആയിരിക്കും. ഈ പാർട്ടുകളുടെ കാര്യങ്ങളൊന്നും നമ്മൾ സാധാരണ ക്ലാസ്സിലൊന്നും ചിലപ്പോൾ കേട്ട് കാണത്തില്ല, പക്ഷെ ചെയ്തു പോയതായിരിക്കും. ഈ പാർട്ടിന്റെ ക്വസ്റ്റ്യൻ മനസ്സിലാവാത്തതുകൊണ്ട് ഈ പ്രോബ്ലമേ ഫുൾ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയിലോട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത്, പഠിക്കുന്നത് പഴയ പോലെ ഇന്നത് മാത്രം അങ്ങ് പഠിക്കുക എന്നായി കഴിഞ്ഞാൽ നമ്മുടെ മാർക്ക് വളരെ കുറയും. ചിലപ്പോൾ ഫെയിൽ ആവാൻ തന്നെ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളവർക്ക് സാധ്യതയുണ്ട്. അപ്പൊ നല്ല മാർക്ക് വാങ്ങണം എന്നുള്ളവര് പഠിക്കുമ്പോൾ നന്നായിട്ട് ഡെപ്തിൽ നിന്നുകൊണ്ട് വേണം പഠിക്കാൻ. ഒരു കാര്യം പഠിക്കുമ്പോൾ ഏറ്റവും അതിന്റെ ചുറ്റുവട്ടത്തുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചുകൊണ്ട് വേണം പോകാൻ. ഒന്നാമത് ക്വസ്റ്റ്യൻസിന്റെ എണ്ണം കുറവാണ്, അതാണ് ഏറ്റവും വലിയ. നമുക്കിപ്പോൾ പഴയ കാലത്താണെങ്കിൽ മാത്സിൽ 80 മാർക്ക് നമ്മുടെ എക്സാമിനുണ്ടായിരുന്നു. 80 മാർക്ക് ഇപ്പൊ നമുക്ക് 60-ലാക്കിയല്ലോ. അത് 80 മാർക്ക് ആയിരുന്നപ്പോൾ നമുക്ക് ഇച്ചിരൂടെ നല്ലതായിരുന്നു, കൂടുതൽ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് കിട്ടുമായിരുന്നു. ഇപ്പോൾ ഈ 60 മാർക്കൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ ഒരു വലിയ ചാപ്റ്ററിൽ നിന്ന് കൂടി അത് 4 മാർക്ക് അല്ലെങ്കിൽ 5 മാർക്ക് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാകും, മീൻസ് ക്വസ്റ്റ്യൻ കിട്ടാൻ. അതുകൊണ്ട് നിങ്ങൾ അതും പ്രത്യേകിച്ച് ഈ ഡിഫറൻസിയേഷൻ, ഇന്റഗ്രേഷൻ ഒക്കെ പഠിക്കുമ്പോൾ കുറെ ചോദ്യങ്ങൾ പഠിച്ചുകൊണ്ട് മാത്രം പോയിട്ട് ഒരു കാര്യമില്ല. ഇപ്പൊ സേ എക്സാമിന് പോലും നല്ല ക്വസ്റ്റ്യൻസുകളാണ് അവർ ചോദിച്ചേക്കുന്നത്. എന്തായാലും സേ കുട്ടികൾ അത്രയൊന്നും നന്നായിട്ട് എഴുതത്തില്ലെന്നുള്ളത് അവർക്കറിയാം. എന്നിട്ടും ചോദിച്ചേക്കുന്നത് സ്റ്റാൻഡേർഡ് പോകാതെ നല്ല ക്വസ്റ്റ്യൻസുകളാണ് ചോദിച്ചേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ഇനിയിപ്പോ എന്തായാലും ഈ റെഗുലർ ആയിട്ട് പഠിക്കുന്ന നിങ്ങൾ നന്നായിട്ട് പഠിച്ചില്ലെങ്കിൽ അടുത്ത വർഷം ഇതിലും കടുപ്പമേറിയ എക്സാം ആയിരിക്കും നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നുള്ളത് ഉറപ്പാണ്. അതായത് വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ സിലബസിന്റെ ആ സിംപ്ലിസിറ്റി വെച്ചുകൊണ്ടാണ്. ഒന്നാമത് കീമിന് നമ്മുടെ സ്റ്റാൻഡർഡൈസേഷൻ വരുമ്പോൾ നമ്മുടെ മാർക്ക് കുറയ്ക്കുക. അപ്പൊ ഇത്തിരി ടഫാക്കി കഴിഞ്ഞാൽ ആ സ്റ്റാൻഡർഡൈസേഷൻ പ്രോസസ്സിന് നമുക്ക് ഇച്ചിരി നല്ലതായിരിക്കും. മാർക്ക് കിട്ടുന്ന അതേപടി കിട്ടും. ഇപ്പൊ എന്താണെന്നറിയാമോ, അത് നിങ്ങൾ ഇപ്പൊ +2 പഠിക്കുന്ന കുട്ടികൾക്ക് അറിയില്ലായിരിക്കാം. ഇപ്പൊ നമുക്ക് ഫുൾ മാർക്ക് കിട്ടി, 360-ൽ 360 കിട്ടിയെന്ന് വിചാരിക്കും. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാവുന്ന അറിയില്ല, നമ്മുടെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി ഇതെല്ലാം +2-ലെ മാർക്ക് എടുക്കത്തുള്ളൂ. എന്ന് പറയുമ്പോൾ 120-ലാണ് 3-നും എടുക്കുന്നത് കേട്ടോ. 120 എന്ന് പറഞ്ഞാൽ സെക്കൻഡ് ഇയറിലെ 60, പിന്നെ പ്രാക്ടിക്കലിന്റെ 40, പിന്നെ 20 ഇന്റേണൽ. അങ്ങനെയാ നമ്മുടെ എൻട്രൻസിന് വേണ്ടി മാർക്ക് എടുക്കുന്നത് കീമിന്. അപ്പൊ 120 ഒരു സബ്ജക്റ്റ്. അപ്പൊ എല്ലാത്തിനും 120 കിട്ടിയെന്ന് ഒരാൾ വിചാരിക്കുക, ഒരാൾക്ക് കിട്ടി. അപ്പൊ 360-ൽ 360 കിട്ടി 3 സബ്ജക്റ്റിനും. അപ്പൊ ഇതിനെ കൺവേർട്ട് ചെയ്ത് 300-ലോട്ട് മാറ്റുമ്പോൾ ആക്ച്വലി നമുക്ക് എത്ര കിട്ടേണ്ടതാ? 300 കിട്ടേണ്ടതാ. കാരണം ഇവിടെ ഒന്നും നഷ്ടപ്പെടാത്തതുകൊണ്ട് 300-ലോട്ട് കൺവേർട്ട് ചെയ്താലും ഒന്നും നഷ്ടപ്പെടില്ല. പക്ഷേ ഈ കഴിഞ്ഞ വർഷം വരെ ഇപ്പൊ കിട്ടിയത് 273 എടുക്കുന്നുള്ളൂ. എന്ന് പറയുമ്പോൾ 27 മാർക്കോളം നഷ്ടപ്പെടുക. ഇതെന്താ പ്രശ്നം? CBSE സിലബസിലെ ക്വസ്റ്റ്യൻസും കേരള സിലബസിലെ ക്വസ്റ്റ്യൻസും ഭയങ്കര വ്യത്യാസമുണ്ടെന്നുള്ളതാണ് മെയിൻ. അത് ഇച്ചിരി ടഫായിട്ടുള്ളതും നമ്മുടെ സിമ്പിളായിട്ടുള്ളതും ആ രീതിയിൽ കൂടെ നോക്കുമ്പോൾ നമ്മുടെ മാർക്ക് ഒത്തിരി കുറയാറുണ്ട്. പിന്നെ മറ്റുള്ള 1-2 ഘടകങ്ങളും കൂടെ അതിനകത്ത് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ഇനി മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻസുകൾക്ക് ഇത്തിരി കരുത്ത് വരണം. അതാണ് ഇപ്പോൾ അവർ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ 2-3 വർഷമായിട്ട് ആ രീതിയിൽ കൂടെ വരുന്നതുകൊണ്ട് നമ്മുടെ പാസിംഗ് പെർസെൻറ്റേജ് വളരെ ഇപ്പൊ കുറഞ്ഞുണ്ട്. നിങ്ങൾക്ക് തന്നെ അറിയാം, ലാസ്റ്റ് ഇയർ 77 വന്നിട്ടുള്ളൂ. ഓക്കെ, അതൊക്കെ ഏറ്റവും ലോവസ്റ്റ് ലെവലാണ് ഈ അടുത്ത എല്ലാം.
അപ്പൊ എന്തായാലും അടുത്ത വർഷവും റിസൾട്ട് ഒന്നും കൂട്ടി വരാനുള്ള സാധ്യത കുറവാണ്. നിങ്ങൾക്ക് മാർക്ക് കൂട്ടിയെടുക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് മുന്നിലുള്ള ഓപ്ഷൻസ്. ഓക്കെ, അപ്പൊ ഇതൊന്ന് അറിയിക്കുക എന്നുള്ളതാണ്. അപ്പൊ ഏത് ചാപ്റ്റർ പഠിക്കുമ്പോഴും നന്നായിട്ട് പഠിച്ചോണം. അല്ലെങ്കിൽ ഇത്തിരി പഠിച്ചുകൊണ്ട് പരീക്ഷയ്ക്ക് പോയി രക്ഷപ്പെടാം എന്ന് വിചാരിച്ചാൽ നടക്കില്ല എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ് ഉണ്ട്, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഇതെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം സിമ്പിളായിട്ട് പഠിച്ച് ഫുൾ മാർക്കിൽ എത്തിക്കേണ്ട എല്ലാ രീതികളും കിട്ടും. അടിപൊളിയായിട്ട് മാത്സിനെ നമുക്കതും പ്രത്യേകിച്ച് കാൽക്കുലസ്, റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസ്, ആപ്ലിക്കേഷൻസ് ഓഫ് ഡെറിവേറ്റീവ്സ്, ഇങ്ങനെയുള്ള ടഫ് ചാപ്റ്റേഴ്സുകൾ ഏറ്റവും സിമ്പിളായിട്ട് പഠിച്ചായിരിക്കും നമ്മൾ നിങ്ങളെ എക്സാമിന് വിടുന്നത്. ജോയിൻ ചെയ്യാൻ തന്നുള്ള നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. 1 ഇയറിന് ഇത്രയും മാത്രം, വേറെ ഒന്നുമേ ഇല്ല. ഓക്കെ, ഇത്രയും മാത്രമേ ഉള്ളൂ 1 ഇയറിന്. പിന്നെ നിങ്ങൾക്ക് വേണ്ട ഇക്വേഷൻ ബുക്കിലെറ്റ്, ക്വസ്റ്റ്യൻ പാക്കേജ് എല്ലാം ഇതിനോടൊപ്പം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചെറിയ ചെറിയ ക്ലാസ്സുകൾ ഇടയ്ക്ക് വരും. നമ്മൾക്ക് ഫുൾ ക്ലാസ് കിട്ടാൻ വേണ്ടി ജോയിൻ ചെയ്യുക. അടിപൊളിയായിട്ട് പഠിക്കുക. ബെസ്റ്റ് വിഷസ് ആൻഡ് ഗുഡ് ബൈ.